മക്കളെ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഇന്നലെ ഗ്രൂപ്പ് ഡി എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ഡൽഹി ഹൈക്കോർട്ടിൽ ഒരു ഹിയറിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ബേസിസിൽ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്. എക്സാമിന് നീളാൻ ചാൻസ് ഉണ്ടോ? നവംബർ 17 എക്സാം നടക്കുമോ? അതേപോലെ തന്നെ എക്സാമിന്റെ ഡേറ്റ് മാറാൻ സാധ്യതയുണ്ടോ? ക്വാളിഫിക്കേഷൻ മാറുമോ? അങ്ങനെ ഒത്തിരി ഡൗട്ട്സ് ആണ്. പ്രത്യേകിച്ച് ഈ നോർത്ത് ഇന്ത്യൻ ചാനൽസ് ഒക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ അവിടെ ഇടി വെടി പുക ബാക്കിയില്ല ഓക്കെ ഒരുപാട് കൺഫ്യൂസിങ് അങ്ങനെ ഇങ്ങനെയൊക്കെ എല്ലാം പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നലെ വന്ന ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ക്ലാരിഫിക്കേഷൻ ആണ്. എന്താണ് ഇന്നലെ സംഭവിച്ചത്? എക്സാം മാറ്റാൻ ചാൻസ് ഉണ്ടോ? ബ്രേക്ക് കൊടുക്കണോ? പ്രിപ്പറേഷൻ? നമുക്കത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇതിന്റെ നാൾ വഴികൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല, എന്നാലും ജസ്റ്റ് ഒരു മിനിറ്റ് കൊണ്ടൊന്ന് പറയണം. 2018 2019 മുമ്പ് വരെ ഗ്രൂപ്പ് ഡിയുടെ ക്വാളിഫിക്കേഷൻ IT ആയിരുന്നു. എന്നാൽ ആ സമയത്ത് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ റെയിൽവേ ഒരു ഓർഡർ ഇറക്കിയായിരുന്നു. ഇപ്പോഴത്തെ ക്വാളിഫിക്കേഷൻ 10th പാസ്സാണ്. ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന എല്ലാ ലെവൽ 1 പോസ്റ്റുകളുടെയും ഗ്രൂപ്പ് ഡി പോസ്റ്റുകളുടെയും ക്വാളിഫിക്കേഷൻ IT ആയിരിക്കും. പക്ഷെ 2024 നോട്ടിഫിക്കേഷൻ, അതായത് 2025 നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അതിന്റെ ക്വാളിഫിക്കേഷൻ വീണ്ടും 10th പാസ് മാത്രമാക്കി മാറ്റി. അപ്പോൾ IT എന്ത് ചെയ്തു? നേരെ കൊണ്ട് കേസ് ആദ്യം കാറ്റിൽ കൊടുത്തു. കാറ്റ് എന്ന് പറഞ്ഞാൽ ഈ തൊഴിൽപരമായ കേസുകളൊക്കെ നോക്കുന്ന കാറ്റാണ്, സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. ആദ്യം കാറ്റിൽ കേസ് കൊടുത്തു. അവിടെ നിന്ന് നേരെ ഡൽഹി ഹൈക്കോർട്ടിലേക്ക് പോയി. ഹൈക്കോർട്ട് ജൂലൈ 28 തിരിച്ച് വീണ്ടും കാറ്റിലേക്ക് കൊടുത്തു. അവിടെ 3 ഹിയറിംഗ് നടന്നു. എന്നിട്ട് കാറ്റ് എന്ത് ചെയ്തു? നെക്സ്റ്റ് ഹിയറിംഗ് ഡേറ്റ് ഒക്ടോബർ 30 അങ്ങ് മാറ്റി. ഒക്ടോബർ 30 നെക്സ്റ്റ് ഹിയറിംഗ് ഡേറ്റ് വരുന്നത്. അപ്പോൾ റെയിൽവേ എന്ത് ചെയ്തു? റെയിൽവേ നവംബർ 17 ഗ്രൂപ്പ് ഡിയുടെ ടെന്റേറ്റീവ് എക്സാം ഡേറ്റ് അങ്ങിട്ടായിരുന്നു. അതായത് ശ്രദ്ധിക്കുക, ഒക്ടോബർ 30 ശേഷം നവംബർ 17 റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ ടെന്റേറ്റീവ് എക്സാം ഡേറ്റ് അങ്ങിട്ടു. അപ്പൊ ഇവരെന്ത് ചെയ്തു? IT നേരെ കൊണ്ട് ഡൽഹി ഹൈക്കോടതിയിൽ കൊണ്ട് കേസ് ഫയൽ ചെയ്തു. അതായത് ഈ ഒരു കാറ്റിൽ ഹിയറിംഗ് നടക്കെ റെയിൽവേ എന്ത് ചെയ്തു? ലെവൽ 1 എക്സാമിന്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്തു. ഇത് തടയണമെന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ട് കേസ് കൊടുത്തു. അപ്പൊ റെയിൽവേയുടെ വാദം ഇങ്ങനെയായിരുന്നു. റെയിൽവേയുടെ അഡ്വക്കേറ്റ് പറഞ്ഞത് നവംബർ 17 എക്സാം ഡേറ്റ് ഡിക്ലെയർ ചെയ്തേക്കുന്നത്. ഒക്ടോബർ 30 നെക്സ്റ്റ് ഹിയറിംഗ് വരുന്നത്. അപ്പൊ അതിനുശേഷമാണ് എക്സാം ഡേറ്റ് ഡിക്ലെയർ ചെയ്തേക്കുന്നത്. ഓക്കെ, അവിടെ മനസ്സിലാക്കുക, ഇതുവരെ റെയിൽവേയുടെ ഏതൊരു വെബ്സൈറ്റ് നമ്മൾ കയറി നോക്കിയാലും അതിനകത്ത് എക്സാം മാറ്റിയെന്നോ അല്ലെങ്കിൽ ടെന്റേറ്റീവ് ഡേറ്റിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെന്നോ അങ്ങനെ ഒന്നും പറയുന്നില്ല. എന്റെ ഉദ്ദേശം ശരിയാണെങ്കിൽ ഒക്ടോബർ 30 വരെ അങ്ങനെ ഒരു നോട്ടീസ് വരാനുള്ള സാധ്യതയും വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ നിലവിൽ ഞാൻ ഈ പറയുന്ന മൊമെന്റ് വരെ എക്സാം ഡേറ്റ് മാറ്റുകയോ അല്ലെങ്കിൽ നവംബർ 17 സ്റ്റേ, നവംബർ 17 എക്സാം നടക്കത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടൊരു ഓർഡർ ഒരിടത്തും വന്നിട്ടില്ല. അപ്പൊ നമ്മളിപ്പോ ഞാൻ ഈ പറയുന്ന മൊമെന്റിൽ നമ്മൾ ആ ഹൈക്കോർട്ടിന്റെ ഓർഡർ നോക്കുകയാണെങ്കിൽ പോലും ഒരു ഓർഡർ വന്നിട്ടില്ല. അപ്പൊ നിലവിൽ ഇതുവരെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു ചേഞ്ചും വന്നിട്ടില്ല. ഓക്കെ, പിന്നെ എനിക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരോടും പറയാനുള്ളത്, മേ ബി ചിലപ്പോൾ എക്സാം ഡേറ്റ് നീളാം, ചിലപ്പോൾ എന്ത് ചെയ്യാം, ഒന്നും ആയിട്ടില്ല, പക്ഷെ നാളെ ചിലപ്പോൾ ഒരു 30 ആവാം, നവംബർ 30 ആവും, ചിലപ്പോൾ ഡിസംബർ ആവും. പക്ഷേ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ബ്രേക്ക് കൊടുക്കരുത്. ഇപ്പൊ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുക, ഓക്കെ എനിക്ക് പഠിക്കാനായിട്ട് കുറച്ച് ദിവസം കൂടെ കിട്ടി, എനിക്ക് പഠിക്കാനായിട്ട് കുറച്ചും കൂടെ നല്ല സമയം എനിക്ക് കിട്ടി, കുറച്ചും കൂടെ എനിക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, കട്ട് ഓഫ് എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഒരിക്കലും ബ്രേക്ക് കൊടുക്കരുത്. കാര്യം നിങ്ങളെ പഠിക്കുന്ന കുട്ടികളോട് പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങളൊരു 5 ദിവസം ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ, പ്രിപ്പറേഷനിൽ ഒരു 5 ദിവസം ബ്രേക്ക് എടുക്കും. 6ാമത്തെ ദിവസം നിങ്ങൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വീണ്ടും ഒന്നേന്ന് തുടങ്ങേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ എല്ലാം മറന്നു പോകും. അതുകൊണ്ട് ഒരു കാരണവശാലും ബ്രേക്ക് കൊടുക്കരുത്. ഇങ്ങനെ ചിന്തിക്കാവും, എനിക്ക് പ്രിപ്പറേഷൻ ആയിട്ട് കുറച്ചും കൂടെ സമയം കിട്ടി. ഓക്കെ, ഏതാണ്ട് 1,12,00,000 ആൾക്കാരാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതായത് ഇന്ത്യയുടെ ആകെ ജനസംഖ്യയുടെ ഏതാണ്ട് 1% ആൾക്കാർ ഈ എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാവരും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ എല്ലാവർക്കും അനുകൂലമായ ഒരു തീരുമാനം വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ബ്രേക്ക് കൊടുക്കാതെ മുമ്പോട്ട് അങ്ങോട്ട് പോവുക. ഇനി ഇതിന്റെ ഓർഡർ വരുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ടൊരു അപ്ഡേറ്റ് ഞാൻ നിങ്ങൾക്ക് തരാം. ഒരു ഷോർട്സ് ആയിട്ടോ ബാക്കി എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് തരാം. അപ്പോൾ പ്രിപ്പറേഷനിൽ ബ്രേക്ക് കൊടുക്കരുത്, നന്നായിട്ട് പഠിക്കാം. നിലവിൽ ഈ പറയുന്ന മൊമെന്റ് വരെ റെയിൽവേയുടെ ഒരു വെബ്സൈറ്റിലും എക്സാം ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നീട്ടും അങ്ങനെയൊക്കെ ഒരു അപ്ഡേറ്റ് പോലും വന്നിട്ടില്ല. അപ്പോൾ നെക്സ്റ്റ് ഹിയറിംഗ് വരുന്നത് ഒക്ടോബർ 30 ചിലപ്പോൾ അതുവരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ പ്രിപ്പറേഷൻ ബ്രേക്ക് കൊടുക്കാതെ പക്കായിട്ടൊരു സ്റ്റഡി പ്ലാൻ ഇട്ട് സെറ്റായിട്ട് കൊണ്ടുപോവുക. ഈ ഗ്രൂപ്പ് ഡി അപ്ലൈ ചെയ്ത ആൾക്കാരാണെങ്കിൽ മക്കളെ, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും നല്ലൊരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 32,000+ വേക്കൻസി കിടപ്പുണ്ട്. എല്ലാവരും നന്നായിട്ടൊന്നും പഠിക്കുന്നില്ല. ഫിസിക്കലുള്ള ഒരു എക്സാം ആണ്. കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സാധ്യത വളരെ വലുതായിട്ട് മുമ്പിൽ കിടപ്പുണ്ട്. നന്നായിട്ട് വർക്ക് ചെയ്തോ, അതിനുവേണ്ടി എഫേർട്ട് കൊടുത്തോ, എല്ലാം സെറ്റ് ആവും. ഓക്കെ.